കടന്നു വന്ന എല്ലാവർക്കും ആദ്യമേ സ്നേഹാനന്ദത്തെ അറിയിക്കുന്നു. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ഒരു പ്രാരംഭ യോഗമായിട്ടാണ് നമ്മളിവിടെ ഇന്നിവിടെ കൂടിയ ആലോചിച്ച് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ മറ്റു വിഷയങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കടന്നു വന്ന എല്ലാവരെയും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല സാറ് അദ്ദേഹം കാര്യങ്ങളെല്ലാം വിശദമായിട്ട് നമ്മളോട് പറയും. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്തു. സംസ്ഥാന ട്രഷറർ യോഗന്നാൻ ശരകൻ സാറും നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു തരും. അദ്ദേഹത്തെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചപ്പോൾ തന്നെ വന്ന നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ഈ സംഘടനയുടെ പേരിൽ ആർദ്രവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് നന്ദി, നമസ്കാരം. സ്നേഹാദരം നിറഞ്ഞ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ദേശീയ ചെയർമാൻ പ്രകാശ് ചെന്നിത്തല സാർ, ഈ യോഗത്തിൽ സ്വാഗതം ആശംസിച്ച ബിജു കോശി, എൻ്റെ പ്രിയ സ്നേഹിതര്, നമ്മൾ ഇതിവിടെ കൂടുക പറഞ്ഞതിൻ്റെ നമ്മൾ ആ ഒരു ഇൻട്രോഡക്ഷൻ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ഒരു യോഗമുണ്ട്. അതിന് കൂടാനായിട്ട് പറഞ്ഞ് ആനന്ദമാകുന്നത്. ആദ്യമായി നിങ്ങളെല്ലാവരും ഇവിടെ കുറച്ച് സമയം നമ്മുടെ ഈ കാര്യങ്ങൾ എഴുതാനായിട്ട് വന്നതിന് ആ നമ്മുടെ മനസ്സിനെ ഓർത്ത് ഞാൻ അതിന് നന്ദി അറിയിക്കുകയാണ്. എന്താണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന് വെച്ചാൽ, മനുഷ്യാവകാശ ലംഘനങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഏതൊരാൾക്കും കിട്ടേണ്ട നീതി ന്യായവും കിട്ടാതെ വരുമ്പോഴത്തേക്ക് അതിനെതിരെ അവർക്ക് ഒരു ലാഭേച്ഛയില്ലാതെ അവർക്ക് ആ കിട്ടേണ്ട നീതി ന്യായവും നേടിയെടുത്ത് കൊടുക്കുക എന്നതാണ് ഈ പ്രധാനമായ ലക്ഷ്യം. ഇത് 2008 സൊസൈറ്റീസ് ആക്ട് ആൻഡ് ദേശീയ നമ്മുടെ ദേശീയ പ്രസിഡന്റ് പ്രകാശ് സാറിന് ഒരു മനുഷ്യാവകാശ ലംഘനം നേരിട്ടപ്പോഴത്തേക്ക് അദ്ദേഹം ഒറ്റയാൾ പോരാട്ടമായി തുടങ്ങിയതാണ് ഈ ഒരു പ്രസ്ഥാനം. ഇത് ഇന്ന് ഈ പ്രസ്ഥാനം പറയുന്നത് കേരളത്തിന്റെ 14 ജില്ലകളിലും ഇതിന് ശക്തമായ കമ്മിറ്റികളും അതിൽ താഴെ താലൂക്ക് തല കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളും വാർഡ് തല കമ്മിറ്റികളും ഇതിനുണ്ടാവും. ഇത് കൂടാതെ ഈ കേരളത്തിന് പുറത്ത് ഏറെക്കുറെ മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളും തന്നെ നമുക്കിത് ശക്തമായ കമ്മിറ്റികളും പ്രവർത്തനങ്ങളും നടക്കുന്നു. നമ്മുടെ യൂണിറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽസ് ആദ്യമുള്ള കാര്യങ്ങൾ നൽകാൻ പറ്റും. നമ്മൾ ഒത്തിരി വിഷയങ്ങൾ വേണം. 2008 ശേഷം ഇതിൻ്റെ ഞാൻ 2010 ആയപ്പോഴത്തേക്കാണ് ഈ പ്രകാശ പരിചയപ്പെട്ടത്. അന്ന് മുതൽ ഇന്ന് വരെ അതോടൊപ്പം ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇതിലൊരു കൂട്ടം നല്ലൊരു നമ്മുടെ ഈ ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നത് ലോകസഭയുടെ സെക്രട്ടറി ജനറലായിരുന്ന സെക്രട്ടറി ആയിരുന്നു PVT ആചാര്യ. അദ്ദേഹമാണ് ഇതിൻ്റെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അഡ്വൈസറി ബോർഡിൽ ചേർന്നത്. ഇത് കൂടാതെ ജഡ്ജിമാര്, വക്കീൽമാര്, സുപ്രീം കോടതി മുതൽ ഹൈക്കോടതി, പിന്നെ അതുകൂടാതെ തന്നെ DGPമാര്, IAS-കാര്, IPS-കാര്, അങ്ങനെയുള്ള വലിയൊരു നിര നമ്മുടെ ഈ പ്രസ്ഥാനത്തുണ്ട്. അവരാണ് നമുക്ക് വേണ്ട അഡ്വൈസ് തരുന്നത്. അതിന് താഴെയാണ് നമ്മളിത് പറഞ്ഞുള്ള ദേശീയ തലത്തിൽ കമ്മിറ്റിയുണ്ട്, സംസ്ഥാന തലത്തിൽ കമ്മിറ്റിയുണ്ട്, അതിൻ്റെ ജില്ലാതലം, താലൂക്ക് തലം, പഞ്ചായത്ത് തലം, വാർഡ്, അങ്ങനെ എല്ലാ കമ്മിറ്റികളാണ്. നമുക്ക് ഏതൊരു വ്യക്തിക്കും എവിടെയെങ്കിലും എവിടെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെ നേരിട്ടാലും അതിനെ നമ്മൾ ശക്തമായി അത് നമ്മൾക്ക് നമ്മുടെ ഈ പ്രവർത്തകർ അറിയപ്പെടുത്തേക്ക് അതിനെതിരെ ശക്തമായി നമ്മൾ വന്ന് അവർക്ക് വേണ്ട എല്ലാ പിന്തുണ കൊടുക്കുക എന്നുള്ള അവർക്ക്
കാര്യം സാധിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ സംഘടനയുള്ളത്. ഇതിലൂടെ നമുക്ക് പിന്നെ ഇതിൻ്റെ താഴത്ത് നമുക്ക് യുവജനക്ഷേമം, കുട്ടികൾക്ക് കോളേജുകളുടെ സ്കൂളുകളൊക്കെ കേന്ദ്രീകരിച്ച് ഇന്നത്തെ ഈ പുതുതലമുറയുടെ മയക്കുമരുന്നുകളുടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നമ്മൾ പ്രോഗ്രാം നടത്താറുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് തന്നെയാണ്, കഴിഞ്ഞ 2019 വെള്ളപ്പൊക്കം കഴിഞ്ഞ സമയത്ത് നമുക്ക് ഇന്നത്തെ വിഷം പ്രവർത്തനമുണ്ട്. നമ്മുടെ വയനാട് ജില്ലയിൽ ഒരു പ്രദേശം മുഴുവൻ ഒഴുകി പോയപ്പോഴത്തേക്ക് നമ്മുടെ ഈ സംഘടനയാണ് ഗവൺമെന്റിനോട് പറഞ്ഞ് ഗവൺമെന്റ് പറഞ്ഞ് അവരുടെ വീടുകളെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് വെറും ചെറിയ വസ്ത്രങ്ങളും ചില ഭക്ഷണമൊക്കെ കൊടുത്ത് അതവർ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് നമ്മുടെ ദേശീയ പ്രസിഡന്റായ ഇടപെടുകയും ആ 3 പേർക്ക് ആ 52 വീട് ഭവനങ്ങളുണ്ടായിരുന്നു. അവരുടെ ഭവനം ആ വെള്ളപ്പൊക്കത്തിൽ തിരിച്ചു പോയതാണ്. എന്നിട്ട് അവരുടെ പേരിൽ വസ്തുക്കൾ അവരുടെ പേരിലാക്കി കൊടുക്കുകയും നമ്മുടെ ഈ സംഘടന ഇടപെട്ടുകൊണ്ട് നമ്മൾ അന്നേരം സർക്കാരിന് നമ്മൾ പറഞ്ഞു, നമ്മൾ വസ്തു അവർക്ക് എഴുതി കൊടുത്താൽ ഞങ്ങൾ ഈ ഇത്രയും വീട്ടുകാർ എത്രയും ഭവനങ്ങൾക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുമെന്ന് സർക്കാരിനെ അറിയുകയും അതിന് പ്രകാരം ആ വസ്തുക്കൾ അവരവരുടെ പേരിൽ എഴുതി കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ആ വീടുകൾ. ഇതുകൂടാതെ കുട്ടനാട് പാക്കേജ്, എൻഡോസൾഫാൻ, കാസർഗോഡ് എൻഡോസൾഫാൻ, ഇതിനൊക്കെതിരെ ശക്തമായി നിലപാടെടുത്ത് അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയത്തിലെത്തിച്ചത് ഈ ഒരു സംഘടനയാണ്. രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ളവരൊക്കെ പറയും ഞങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറയും. പക്ഷെ അത് യഥാർത്ഥ സംഭവം നടക്കുന്നത് നമ്മുടെ ഈ സംഘടനയായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൊതുവെ പറയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. സാറ് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടാണ്. ഞങ്ങൾ ഒരു ആമുഖമായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ സംബന്ധിച്ച് നമുക്ക് ഈ 2019 ശേഷം വന്ന കോവിഡിന് ശേഷം നമ്മുടെ മിക്കവാറും എല്ലാ ജില്ലാ കമ്മിറ്റികളും ഇനാക്റ്റീവ് ആയിട്ട് കിടക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് നമ്മളൊരു സംസ്ഥാനതല യോഗം കൂടിയും അതിന് പുതിയതായിട്ടൊരു സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ നമുക്ക് നിലവിൽ വരികയും ചെയ്യും. അതിന് പ്രകാരം അങ്ങനെ നിലവിൽ വന്നതിന് ശേഷം നമുക്ക് കേരളത്തിൽ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ജില്ലാ കമ്മിറ്റികൾ വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇത് നമുക്കിപ്പം പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, അങ്ങനെ കാസർഗോഡ്, കണ്ണൂർ, കൊല്ലം, ട്രിവാൻഡ്രം, ആലപ്പുഴ, ഇങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് നിലവിലുള്ളി ശക്തമായ കമ്മിറ്റികൾ വന്നു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പത്തനംതിട്ട നമുക്കൊരു പ്രവർത്തകർ, അതായത് കാസർഗോഡ് മാവേലിക്കരയാണ്, ആലപ്പുഴ ജില്ലയാണെന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയായിട്ട് അതിനാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പ്രധാന പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ട്. പത്തനംതിട്ടയെ നമുക്ക് ഏറ്റവും ഭാഗമായിട്ട് ഒരുമിച്ച് ഈ പത്തനംതിട്ടയിൽ ഒരു ശക്തമായ ഒരു കമ്മിറ്റികളോട് അങ്ങനെ ഉദ്ദേശത്തോടെയാണ് ഈ യോഗങ്ങളിൽ ചെയ്യുന്നത്. ഇതിലേക്ക് വന്ന നിങ്ങൾ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നക്കാലം വിരമിക്കുകയാണ്. ഈ കാര്യത്തിൽ ഇതിൻ്റെ വിശദപരങ്ങൾ സാറിന് സ്മാർട്ട് പറയും. ഭാര്യയും 3 മക്കളുമാണുള്ളത്, വൈഫുണ്ട്. ഞങ്ങൾ കുട്ടികൾ താമസിക്കുന്നത്. അതിൽ നിന്നും പരിചയപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നൊന്നും പറയാനില്ല. അതെ, ശ്രീ യോഗനാഥന് സ്വാഗതം ആശംസിച്ച ബിജു കോശി, ഇന്നത്തെ ക്ഷണം സ്വീകരിച്ചു എത്തിയ ചാർട്ടിയുടെ പ്രവർത്തകര്, ശരിക്കും ഞായറാഴ്ചയാണെങ്കിൽ പോലും നിങ്ങളിതിന് തയ്യാറായതിൽ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു 57ഓളം പേരുടെ ഗ്രൂപ്പ് വരെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതിനകത്ത് നമ്മളുടെ കുറച്ച് ലഡ്ജിയൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഒരാൾ ചോദിക്കുന്നു,
പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തിത്തരാൻ പാർട്ടിക്കാര് അല്ലെ ഇടതുപക്ഷം വലതുപക്ഷം മൂന്നാം പക്ഷം ഒക്കെ ഉള്ളപ്പോൾ കുറെ പിരിവ് നടത്തി കുട്ടടിച്ച് പോകാനാണോ ഞങ്ങൾ വണ്ടി അനുസരിച്ച് അവിടെ വരുമ്പോൾ സമരം നടത്താൻ ഞങ്ങളോട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകുന്നൊക്കെ പറയുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സത്യത്തിൽ വിഷമം തോന്നി. ഞാൻ 10ഓളം പേരെ എന്നത് ഒരു SP 3 SP മാരുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അപ്പൊ അവരെല്ലാം ചോദിച്ചത് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മളൊന്ന് സംസാരിക്കണ്ടായിരുന്നു അവരോട്. അപ്പൊ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ഇത് ആ താല്പര്യങ്ങളും സമയക്കുറവുകളും ഒക്കെ പറയണ്ടായി. അതൊക്കെ അതിനുവേണ്ടി മെനക്കെട്ടും വന്നു. ശരിക്കും നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. എല്ലാ മനുഷ്യന്മാരാണ്, എല്ലാവർക്കും തെറ്റുണ്ടാകും, മറ്റൊക്കെ ഉണ്ടാകും. പക്ഷെ അത് തിരുത്തി പോകാൻ പറ്റുന്നുണ്ടെങ്കിലായിരിക്കും ഏറ്റവും നല്ല കാര്യം എന്നുള്ളത്. നമ്മളീ പറഞ്ഞ പോലെ എല്ലാം ശരിയാണ്, ജനാധിപത്യമാണ്, ജനങ്ങളാണ് എല്ലാം തെരഞ്ഞെടുക്കുന്നതെന്നൊക്കെ പറയുന്നെങ്കിലും ഇതൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ നമ്മളുടെ ചെറിയ ആവശ്യത്തിന് വേണ്ടി പോയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലേ. നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ഈ ഇലക്ഷൻ വന്നു, 5 വർഷത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ, അതായത് നിൽക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ കേന്ദ്രത്തിലേക്കാണ് ഒരാളെ അയക്കുന്നത്. ശരിക്കും അദ്ദേഹം നമ്മുടെ നാട്ടിലെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, ഒരു ജനപ്രതിനിധി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ പാർട്ടിക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഇത്രയും സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ പോലും എല്ലാം ചേരി തിരിഞ്ഞുള്ള പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ആ ഒരു സാഹചര്യത്തില് ഇതുപോലുള്ള സംഘടനയൊക്കെ വേണ്ടേ? എന്തെങ്കിലും സംസാരിക്കാൻ അല്ലെ മറ്റുള്ളവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരുണ്ടെങ്കിലല്ലേ ആ പ്രദേശത്തെ വിഷയത്തിലേക്ക് നമുക്ക് ഇടപെടാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മണിപ്പൂരിലെ വിഷയം, ഇതുവരെയും മണിപ്പൂരിന് ഒരു സമാധാനം കൊടുക്കാൻ ആരും ഉണ്ടായില്ല. ഇത്രയും രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ചെറിയൊരു പ്രശ്നങ്ങൾ പോലും വന്നാൽ അതിനെ വലിയതാക്കി വിപ്ലവത്തിലോട്ട് കൊണ്ടുവന്ന് രാവിലെ തൊട്ട് രാത്രി വരെയും ചാനൽ ചർച്ചയിലേക്ക് ജോലിയൊന്നുമില്ലാതിരിക്കുന്ന ആൾക്കാരെ പോലെ ഇന്ന ആളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഒരു ഇന്ന ആള് വന്നു കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളത് കൊണ്ടായിരിക്കാം ഇന്ന ആളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യവും ഇപ്പൊ നടക്കാൻ പോവുകയാണെന്ന് പറയുന്ന രീതിയാണ് നമ്മുടെ ചാനൽ ചർച്ചയിൽ പോലും നടക്കുന്നത്. എന്നാൽ ഇതുപോലുള്ള ചില ഓൺലൈൻ ചാനലുകളും ചെറിയ ചെറിയ ചാനലുകളാണെങ്കിൽ പോലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ മുൻനിരയിലുള്ളവരൊന്നും ഈ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു ഗ്രൂപ്പാണ്. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണെങ്കിൽ എന്റെ പുറകിൽ ഒരു PR വർക്കിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. അതാണ് ഈ പാർട്ടിക്കാരായാലും മറ്റുള്ളവരായാലും ഓരോരുത്തരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അതിന്റെ പ്രവൃത്തി എന്താണ്, പ്രവർത്തനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ ഇവരുടെ അടുത്ത് തന്നെ മുനിസിപ്പാലിറ്റിയിലെ 11ാം വാർഡ്, അവിടെയാണ് ഈ മലിനജനങ്ങൾ കൊണ്ട് തൊട്ടടുത്തുള്ളവർക്ക് താമസിക്കാൻ പോലും പറ്റാതെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ആംബുലൻസ് ആ ഏരിയയിലേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ കെട്ടിയടച്ച് ആരുടെയോ എന്നുള്ള രീതിയിൽ മാറ്റിക്കൊണ്ടുപോയ ഒരു സാഹചര്യത്തിൽ അവിടെ കുറച്ച് സ്ത്രീകൾ മുന്നിട്ടിറങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് 3 MP സ്ഥാനാർത്ഥികളോടും ഇവരാവശ്യപ്പെട്ടതുമാണ്, അവരെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവരാരും ആ ഭാഗത്തേക്ക് എത്താതെ വന്നപ്പോൾ ഇതേപോലുള്ള ജനപ്രതിനിധികളല്ല അത് ചെയ്തത്. അത് നമ്മളുടെ പ്രവർത്തകര്, നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ട് പോലുമില്ല. നമ്മുടെ ആ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്നുള്ള ലേബലില് അതിന്റെ പ്രവർത്തകരായ ശ്രീ യോഹന്നാൻ തരകനും ശ്രീ അനിൽ തോമസ് എന്ന് പറയുന്നവരും നമ്മൾ ഡയറക്ഷൻ കൊടുത്തതനുസരിച്ച് ഇതുപോലെ കളക്ടർക്ക് ഒരു നിവേദനം കൊടുത്തു. അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിന് കൊടുത്തപ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലത്തെത്തി അത് മൊത്തം റിപ്പോർട്ടാക്കി മണിക്കൂറുകൾ കൊണ്ട് 3ാം ദിവസം അത് മൊത്തം ക്ലീൻ ആക്കി. 2-3 ദിവസം കൊണ്ട് JCB ആൾക്കാരും ഒക്കെ വന്ന് അവസാനം എന്തുണ്ടായി, ആ വാർഡിന്റെ മെമ്പറിന് മാനസികമായ
വേദനയുണ്ടായി. എത്രയോ കുടുംബങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ജനതയെ ജയിപ്പിച്ചു വിടുന്നത്. വാർഡ് മെമ്പർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. പക്ഷെ അവർ പോലും വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ കൊണ്ടൊക്കെ നടക്കും. ഇത്രയും ഞാൻ പറയേണ്ടി വന്നത് ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള ഒരു മെസ്സേജ് കണ്ടപ്പോൾ, ആ ഒരു മെസ്സേജ് മറ്റുള്ള ആൾക്കാർ ആരും സംസാരിക്കുന്നില്ല. അവരൊന്നും പൊട്ടന്മാരായിട്ടല്ലായിരിക്കാം, പക്ഷെ അവർ കാണുന്നില്ല ആൾക്കാരെ. അല്ലെങ്കിൽ ഈ വേദിയിൽ വന്നിരുന്നിട്ട് നമുക്ക് സംശയങ്ങളൊക്കെ തീർക്കാം. ഇവര് കുറെ കാര്യങ്ങൾ അതിനകത്ത് വാരിയിടുന്നുണ്ട്. നമ്മളൊക്കെ പുതിയൊരു സംഘടനയല്ല. 2008 ഇതേ പത്തനംതിട്ട ജില്ലയില് ഒരു IPS റാങ്കിൽ റിട്ടയർഡായ ഒരു ശ്രീനിവാസൻ IPS ആയിരുന്നു പ്രസിഡന്റ്. വർഷം 2012 തൊട്ട് എത്ര വർഷമായി? 2008 തുടങ്ങിയ സാധനം 2024 24 എത്ര വർഷമായി? ഏതാണ്ട് 10-15 വർഷത്തോളം പ്രായമുള്ള HRPമാണ്. ഇതിൽ നിന്ന് 15ഓളം സംഘടനകൾ ഉണ്ടായിട്ടുമുണ്ട്. നമ്മൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് വരുന്നവരുടെ ചില സ്വാർത്ഥത താല്പര്യങ്ങൾ ഇതിന്റെ അകത്ത് നിറവേറ്റാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ അവർ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിന് 5-6 പേരെ വെച്ച് 1000 രൂപ ഉണ്ടെങ്കിൽ ആർക്കും ഒരു ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ഒരു സൊസൈറ്റി റൈസ് ചെയ്യാം. പക്ഷെ ഇത് കൊണ്ടുപോകുന്നതിലാണ് കാര്യങ്ങൾ. എന്ന് പറഞ്ഞ പോലെ നമുക്ക് ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഇതിനുവേണ്ടി കുറെ പൈസ ശേഖരിച്ചതാന്ന് പറഞ്ഞിട്ടില്ല. ഈ സംഘടന ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ എൻഡോസൽഫ എന്നുള്ള നാഷണൽ ലെവലിലുള്ള ഇഷ്യൂസിലാണ് ഈ സംഘടന കൂടുതലും ഇടപെട്ടിട്ടുള്ളത്. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ പാർലമെന്റിന്റെ കാര്യം പറഞ്ഞെങ്കിലും ഉപ്പള റെയിൽവേ സ്റ്റേഷൻ 113 വർഷം പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ ഒരു സുപ്രഭാതത്തിൽ 2019 അത് അടച്ചുപൂട്ടാൻ പോവുകയാണെന്നുള്ള ഒരു ന്യൂസാണ് നമുക്ക് കിട്ടിയത്. അതിന് ഈ പറഞ്ഞ പാർലമെന്റിന്റെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിട്ട് പോലും ഞങ്ങൾ 37 ദിവസത്തെ സമരത്തോടുകൂടി പീയൂഷ് ഗോയൽ അന്ന് റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു. സത്യത്തിൽ നമ്മളിവിടെ രാഷ്ട്രീയം പറയുന്നെങ്കിലും അവരൊക്കെ നമ്മൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ കൃത്യമായിട്ടും അന്വേഷിച്ച് വേണ്ടുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ട് ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. അങ്ങനെ നമ്മളുടെ ആ റിപ്പോർട്ടിന്റെ അപ്പുറത്തെ പോപ്പുലേഷൻ നോക്കി മൊത്തത്തിലുള്ള സർവേ നടത്തി എല്ലാ റിപ്പോർട്ടും കരസ്ഥമാക്കിക്കൊണ്ട് ഏതാണ്ട് 5 ലക്ഷത്തിൽ പരം ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ബിസിനസ്സുകാരായിട്ടിക്കോട്ടെ, അതുപോലെ തന്നെ സ്കൂൾ, കോളേജ്, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, ഇതിന്റെ എല്ലാം റിപ്പോർട്ട് നമ്മൾ സമർപ്പിച്ചപ്പോൾ ഒരു 16 ബോഗിയുള്ള ഒരു ട്രെയിനിനകത്ത് 30-ൽ പരം ടെക്നീഷ്യൻസിനായിട്ടാണ് ജനറൽ മാനേജർ ഉപ്പളയിലേക്ക് ട്രെയിനുമായിട്ട് ട്രെയിനില് അവിടെ നിന്ന് നമ്മളത് തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതി മേടിച്ചു കൊടുത്തു. നിങ്ങളോടൊക്കെ ഞങ്ങൾ ഇത് പറയേണ്ടി വരുന്നത് നമ്മളിത്ര ചാനലിലൊന്നും വരികയില്ല, മെയിൻ വാർത്തകളൊന്നും ഇതൊന്നും വരികയില്ല. കാര്യം അതൊക്കെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആളുകളല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് 10 പേരെ ഉള്ളൂ. 10 പേര് ആ നാടിന്റെ കാര്യം നോക്കാൻ നമുക്കൊരാൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടി കിടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അവിടത്തേക്ക് ഒന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ ഒരു 7 മണിയായപ്പോ എനിക്കൊരു കോള് വന്നു. അത് എറണാകുളത്ത് നിന്നും ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളിന് ചേർത്തല സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു പറയേണ്ട കാര്യമുള്ളൂ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേർത്തലയിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ട്രക്ക് ലോറിയും ഒരു ട്രാവലറുമായിട്ട് കൂട്ടിയിടിച്ചു. ഇടിച്ചു കഴിഞ്ഞപ്പോൾ ട്രക്കിലുണ്ടായിരുന്ന ഡ്രൈവറിന് പേടിയായിട്ട് അയാൾ ഇറങ്ങി ഓടി, പോലീസിനെ പേടിച്ചിട്ട്. പോലീസുകാർ കൃത്യം ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് തിരക്കി ചെന്നു. അപ്പൊ കൃത്യം 10 മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ചോദിച്ച ലൈസൻസ് ഒക്കെ കറക്റ്റ് ആണോ? ആ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്നാൽ ധൈര്യമായിട്ട് പൊക്കോ, 11 മണിക്കുള്ളിൽ നിങ്ങൾ അവിടെ ചെല്ല്, ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയാം, നിങ്ങളെ ഭയപ്പെടുത്തില്ല, നിയമപരമായിട്ട് അവർ കാര്യങ്ങൾ പറയും. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ വിളിച്ചു പറഞ്ഞത് ഇതാണ്, ഞങ്ങൾ പല വാദനകളും വിളിച്ചെങ്കിലും ആരും എടുത്തില്ല, ചിലർക്ക് സമയക്കുറവ് അല്ലെങ്കിൽ അത് വലിയ വിഷയമാണെന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ലേ. നമ്മൾ വളരെ സിമ്പിളായിട്ട് അവരുടെ വിഷമം മനസ്സിലാക്കി സ്റ്റേഷനിൽ വിളിച്ച് ആരാണ് അത് അന്വേഷിക്കുന്നത് അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം വളരെ മനോഹരമായിട്ട് 2 കൂട്ടർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ GD എൻട്രി ഇട്ട് കേസാക്കി. എന്തുകൊണ്ടാണ് GD എൻട്രി എന്ന് ചോദിച്ചാൽ ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ആ രീതിയിലേക്ക് എത്തിച്ചു തന്നു. ഞങ്ങൾ അവിടെ ഒരു ഗ്രൂപ്പിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരാണ് സാർ ഞങ്ങൾക്ക് അതിനുള്ള ഒരു നിർദ്ദേശം തരിക. അപ്പോൾ ഞാൻ നമ്മുടെ ശ്രീ യോഗനാഥൻ തരകന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അവിടെ നമ്മളൊരു യൂണിറ്റ് ഇട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവിടെയുള്ള ആൾക്കാർ വേണം അവിടുത്തെ പ്രശ്നങ്ങൾ ഇടപെടാൻ. നമ്മുടെ നാട്ടിൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
നമ്മൾ അതിനു വേണ്ടി സമയം കണ്ടെത്തത്തില്ല. നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ കൂടുതൽ പറച്ചില്ല. അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം മനുഷ്യാവകാശം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിലപിടിപ്പുള്ള സമയമാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾ ഇന്ന് വന്നേച്ചത് കേട്ടിട്ട് അങ്ങ് പോകരുത്. അല്ലെങ്കിൽ യോഗനാന്തരകം വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാണ്, അല്ലെങ്കിൽ കോശി വിളിച്ചുകൊണ്ട് ജോഷൻ വന്നതാണെന്നുള്ളതല്ല. നമ്മളിൽ നിന്നൊരു 3 പേരിലേക്ക് എങ്ങനെ എത്താൻ പറ്റും? നമ്മളൊരു 3 പേരെ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ, നിങ്ങളിപ്പോ 10-15 പേര് വന്നു അല്ലേ? ഒരു 3 പേരോട് നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ആലോചന യോഗമായി. ആദ്യം തന്നെ നിങ്ങൾ ഈ 1000 രൂപ മെമ്പർഷിപ്പിലോട്ട് പോകണ്ട. വളണ്ടിയർ ആയിട്ട് ഒരു 3 മാസം നിങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഒരു 130 രൂപയുടെ ആവശ്യമുള്ളൂ. അത് നിങ്ങൾക്കും ഒരു ഐഡന്റിറ്റി വേണമല്ലോ. ചെന്ന് കയറി കഴിഞ്ഞാൽ അല്ലെ ഞാൻ ഇതിന്റെ പ്രവർത്തകരാണ്, എനിക്ക് ഇതുപോലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് ഞാൻ ചെല്ലുന്നത്, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനൊരു ഐഡന്റിറ്റിക്ക് വേണ്ടി മാത്രമാണ്. ആ 3 പേര് വെച്ച് നമ്മളൊരു 30-33 പേരാകുമ്പോൾ നമുക്ക് അവർക്കെല്ലാം ഒരു കാർഡ് കൊടുക്കുന്ന ഒരു യോഗം വിളിക്കുമ്പോൾ അവരെ കൊണ്ട് നമുക്ക് ഒരാളെ 3 പേരിലേക്ക് എല്ലാം. അപ്പൊ ആ നാടിൽ വാർഡ് അടിസ്ഥാനത്തിൽ നമുക്ക് നല്ലൊരു കമ്മിറ്റികളാണ് നേരിടുന്നത്. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ വാർഡ് അടിസ്ഥാനത്തിൽ തൊട്ട് ദേശീയ തലം വരെയും കമ്മിറ്റികളാണ്. ആ കമ്മിറ്റി നിറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത്, വാർഡുകാർക്ക് പഞ്ചായത്ത് വരെ പോവാം, പഞ്ചായത്തുകാർക്ക് താലൂക്കുകാർക്ക് ജില്ല, ജില്ലക്കാർക്ക് സംസ്ഥാനം, സംസ്ഥാനത്തിൽ നിന്ന് ദേശീയം എന്ന് പറഞ്ഞ പോലെയാണ് താഴോട്ട്. ഇന്ത്യയുടെ വെളിയിൽ തന്നെ ഇന്ന് 11 സ്റ്റേറ്റിലുണ്ട്. അഖിലേഷ് രാമചന്ദ്രന്റെ ദുബായ് ജയിലിൽ നിന്ന് ഇറക്കിയ സംഘടനയാണ്. 2 സുപ്രീം കോടതിയിൽ 2 കേസിൽ കക്ഷി ചേർന്ന സംഘടന. NH 766 കോഴിക്കോട് നിന്നും ബന്ദിപ്പൂർ റോഡ് വയനാട് വഴി ബത്തേരി ആ റോഡില് രാത്രി യാത്രാ നിരോധനം എന്ന് പറയുന്നത് കേട്ട് കാണുന്ന 2019-21 അല്ലേ? 5ഓളം അത് CPM-ന്റെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെയും BJP-യുടെയും ആൾക്കാർ 5ഓളം പേര് നിരാഹാരമായിട്ട് സത്യാഗ്രഹം അവിടെ കിടന്നു. പക്ഷെ അത് ഞാൻ ചോദിച്ചത് 2010-ലാണ് ഈ ബന്ദിപ്പൂർ റോഡിന്റെ പ്രശ്നം വരുന്നത്. അന്ന് UPA ഗവൺമെന്റാണ് സെന്റർ ഭരിക്കുന്നത്, കർണാടക ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, കേരളം ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. പക്ഷെ അവരും സമരത്തിന് മുമ്പിൽ നിന്ന് ജയി വിളിക്കാൻ, പക്ഷെ അവര് പോലും സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നില്ല. കപിൽ സിബിലൊക്കെ ലാസ്റ്റ് നമ്മളൊക്കെ കക്ഷി ചേർന്നതിന് ശേഷം വയനാടിന്റെ ആവശ്യമാണ് ജനങ്ങളെന്ന് പറയുമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ശക്തമായിട്ട് ചോദ്യം ചെയ്യാൻ, കാര്യങ്ങൾ നിയമപരമായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരാരും മോശക്കാരൊന്നുമല്ല. നമ്മൾ കാര്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്താൽ ചെയ്യും. ചെയ്യരുതെന്നും വെറുതെ പറയുന്നതാണ്. നമ്മളുടെ വീട്ടിൽ പോയി നമ്മൾ 5 പേരുടെ ഒരുപോലല്ലല്ലോ. എന്ത് പറഞ്ഞ പോലെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നല്ലതുകൊണ്ട് മോശമുണ്ട്. അപ്പൊ എല്ലാത്തിനെയും നമ്മൾ ഒന്നിച്ച് ചേർത്ത് കാണിറങ്ങി വെടിവെക്കുന്ന രീതിയിലേക്ക് പോകാതെ നമ്മളുടെ ജനകീയ വിഷയങ്ങളിൽ തടസ്സമുള്ള നിയമപരമായിട്ടുള്ള ഏത് കാര്യത്തിനും നമ്മൾക്ക് ഇടപെടാൻ പറ്റും. ഇതൊരു NGO-ആണ്. ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പറയുന്നത്, കമ്മീഷൻ ഗവൺമെന്റിന്റെ കൂടിയാണ്. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ആളെ കൂട്ടുകയും അത് സർക്കാരിന്റെ ഭാഗത്ത് നിയമപരമായിട്ട് എവിടെ എത്തിക്കാം. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടനെ അത് നോക്കി വായിച്ചതിന് ശേഷം അവർ നമുക്കൊരു നമ്പർ ഇട്ട് ഇന്നപോലെ നിങ്ങളുടെ കേസ് ഇന്ന ഫയലമെന്റായി സ്വീകരിച്ചിരിക്കുന്നു, ഇത്രാം തീയതി ഇന്ന പത്തനംതിട്ട ജില്ലയാണെങ്കിൽ ഇന്ന PWD ഗസ്റ്റ് ഹൗസ് ഉണ്ട്, ഗസ്റ്റ് ഹൗസിന്റെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് സിറ്റിംഗ് ഉണ്ടാവും, നിങ്ങൾ വരണം. അതായത് നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് എടുക്കും. അതും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പോലീസുകാർ തീർക്കേണ്ട പ്രശ്നമാണ് അത്. അവര് ഡയറക്റ്റ് DGP-ക്ക് ഇതിന്റെ കവറിംഗ് ലെറ്റർ വെച്ചിട്ടായിരിക്കും പിന്നെ അതിന്റെ റിപ്പോർട്ട് തരണം. പക്ഷെ ലോക്കൽ സ്റ്റേഷനിൽ തന്നെയാണ് ഈ അന്വേഷണം എല്ലാം വരുന്നത്. നമ്മൾ വീണ്ടൊരു കേസ് കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നീതി കിട്ടിയില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? കാണുന്ന കമ്മീഷനുകളിലും എല്ലാം നമ്മൾ അങ്ങോട്ട് ലെറ്റർ അയക്കാൻ തുടങ്ങി. ഇതെല്ലാം അന്വേഷിക്കുന്നത് എവിടുന്നാണ്? അവരാരന്വേഷിച്ചാലും ഇവിടെ വന്ന് ചോദിക്കുന്ന മറുപടിയല്ലേ കിട്ടുള്ളൂ. ഇപ്പൊ തന്നെ നമ്മളെ കോഴിക്കോട് 11 മാസമായി അവിടുത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി വ്യവസായിയും റിയൽ എസ്റ്റേറ്റും ഒക്കെ ആയിട്ട് നടക്കുന്ന നമ്മുടെ ഈ ഒരു മാമി എന്ന് പറയും, മാമി മുഹമ്മദ് ആട്ടൂർ എന്ന് പറഞ്ഞ ഒരാളെ
നമ്മുടെ സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് 2 പേര് പൊക്കിക്കൊണ്ടങ്ങ് പോയി. ഇന്നും ആളെ കിട്ടിയിട്ടില്ല. കോഴിക്കോടാണ് നടന്നത്. CCTV ക്യാമറ എല്ലാം ഉണ്ട്. ഇതുവരെയും അദ്ദേഹത്തിന്റെ ധീരോദാനം എന്നും പറഞ്ഞ് ഇപ്പൊ ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചു. ഞാൻ ആക്ഷൻ കമ്മിറ്റിയുടെ അകത്ത് എന്നെ കൂടെ അവർ പെടുത്തി. നോക്കുമ്പോൾ അതിനകത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് അറിഞ്ഞപ്പോൾ നിയമപരമായിട്ട് ഗവൺമെന്റിനെ സമീപിച്ചു. മുഖ്യമന്ത്രിക്ക് നമ്മൾ ലെറ്റർ അയച്ചു. ലെറ്റർ അയച്ച് നമ്മൾ പറഞ്ഞു ഒരു സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷിപ്പിക്കണം. ഇത് കേരളത്തിലാണ് സംഭവം നടന്നിരിക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിന് മറുപടിയും നമുക്ക് വന്നു. ഇപ്പൊ പുതിയ ടീമിന് ഒരു ഇപ്പൊ നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ MLA മുനീർ ഇതിനെ പറ്റിയിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള പോലീസ് മോശക്കാരല്ല. പിന്നെ എവിടെയാണ് പ്രശ്നം വന്നെന്നുള്ളതാണ് നമ്മൾ പിന്നെ നോക്കേണ്ടത്. ഇപ്പൊ എല്ലായിടത്തും സ്വാധീനമാണ്. ഇപ്പൊ ഒരാളെ കൊല്ലാൻ പോലും ആർക്കും മടിയില്ലാത്തതിന്റെ കാര്യം എന്താ? എന്റെ പോക്കാറ്റി കനവുണ്ട്, അതിനെ ഏത് രീതിയിൽ നമുക്ക് നേരിടാം എന്നുള്ള ചിന്താഗതി ഉണ്ട്. നേരെ മറിച്ച് ഇതിനൊക്കെ ശിക്ഷ കറക്റ്റ് കിട്ടേണ്ടതാണ്. കിട്ടുകയാണെങ്കിലോ കുറച്ച് ഭയം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് ഈ സംഘടന എന്ന് പറഞ്ഞാൽ ഞാൻ ജനറലായിട്ട് പറയുകയാണ്, ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കുറച്ചൊക്കെ പറഞ്ഞു. നമ്മൾ അത് ചെയ്തു, നമ്മൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് വലിയ കാര്യമല്ല. നമ്മൾ ചെയ്തതെല്ലാം ആവശ്യത്തിന് വേണ്ടുന്ന ഒരു സംവിധാനം വന്നപ്പോൾ ആ സംവിധാനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ കമ്പനികൾക്കോ അല്ലെ ഡിപ്പാർട്ട്മെന്റുകൾക്കോ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിന് ആൻസർ കിട്ടിയിരിക്കും. അപ്പൊ അത് നമ്മുടെ നാടിന് ആവശ്യമില്ല. ഇപ്പം നമുക്ക് പല പദ്ധതികൾ വരാറുണ്ട്, പല കേസുകൾ വരാറുണ്ട്. ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? ഒരു ആഘോഷമൊക്കെ ഉണ്ടാവും ആദ്യം, പിന്നീട് അത് എന്തായി എന്ത് സംഭവിച്ചെന്ന് പോലും പിന്നീട് നമ്മൾ ഈ ആഘോഷിച്ചവർ പോലും തിരിഞ്ഞു ചിന്തിക്കുന്നില്ല. അങ്ങനെയുള്ളിടത്താണ് നമ്മളുടെ വിജയം എന്ന് പറയുന്നത്. ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ മിഷൻ എന്ന് പറയുന്ന സംഘടന ആ രംഗങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ജില്ലയ്ക്ക് ഒരു നല്ല കമ്മിറ്റി വേണം, അതുപോലെ ഈ താലൂക്കിലേക്ക് നമുക്കൊരു നല്ല സംവിധാനം വേണം. അതിന് ഞാൻ പറഞ്ഞ ഈ മെത്തേഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് വരാൻ പറ്റും. ഞാൻ എന്റെ 10 പേരുടെ മുമ്പിൽ നമുക്ക് ഇയാളെയൊക്കെ കാണിച്ചവരിൽ ഇരുന്നാൽ പറയാം. ഒരാൾ ഇതിനു വേണ്ടി തയ്യാറായി വരികയാണെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ മുൻപേ തയ്യാറാകണം. ആയാൽ മാത്രമേ അവർ വരുള്ളൂ അല്ലേ? അല്ലെ എനിക്ക് വേണമെങ്കിൽ നേതാക്കന്മാർ കുറച്ച് ആൾക്കാരുണ്ട്, പോലീസുകാരൊക്കെ ഉണ്ട്, നിങ്ങളെടുത്തോണ്ട് ഇവിടെ നിർത്തിയിരുത്താം. നമുക്കതൊന്നും അല്ല ആവശ്യം. ആദ്യം ഇതെന്താണ്, എനിക്കുണ്ടായ മനുഷ്യാവകാശ ലംഘനമാണ്, ഇതൊക്കെ പറയാനും നിങ്ങൾക്ക് ഇതിന് വേണ്ട ഒരാളുണ്ട്, മറ്റുള്ളവർ പറയുന്നതല്ല. ഒത്തിരി മനുഷ്യാവകാശ സംഘടനകളുണ്ട്. അതിനെല്ലാം ഒരു ലെറ്റർ പാഡ് മാത്രമേ കാണുള്ളൂ. ആളുമില്ല, ആരുമില്ല, ഓഫീസ് പോലുമില്ല. നമുക്കിന്ന് കേരളത്തിൽ തന്നെ നാഷണൽ അഡ്മിൻ ഓഫീസായിട്ട് തന്നെ കതിരിക്കടവില് അത്യാവശ്യ സംവിധാനത്തോടു കൂടിയിട്ട് അത് വന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ജുഡീഷ്യറിയിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, സ്കൂൾ തലങ്ങളിൽ നിന്ന്, വാട്ടർ അതോറിറ്റി, ഇതുവരെ എല്ലാം കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമുക്ക് വില്ലേജ് ഓഫീസർ, റവന്യൂ എന്ന് വരുന്നവരാണല്ലോ അതെല്ലാം. അപ്പൊ അവർക്കറിയാം നമ്മൾ ഏത് റൂട്ടിലേക്ക് പോകണം, അല്ലെ എങ്ങനെ പോയാൽ നമുക്ക് ഈ കരമടച്ച് കിട്ടും, ഈ തരിശുഭൂമിയിൽ എങ്ങനെ കൃഷി ഇറക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമുക്കിപ്പോ വ്യവസായ വകുപ്പ് ഒത്തിരി ഡിപ്പാർട്ട്മെന്റിന്റെ PMGP, പ്രൈം മിനിസ്റ്റർ, ഇങ്ങനെ കണ്ടപോലെ സ്കീമുണ്ട്. നമുക്ക് എത്ര പേർക്കറിയാം? അതിലൊക്കെ നമ്മൾ ഇവിടെ ഒരു ടീമും നമുക്കൊരു ചെറിയ ഓഫീസും ഒക്കെ ആയിട്ട് ഐഡന്റിറ്റി ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് നമുക്ക് തൊഴിൽ സാധ്യത ഉള്ള പ്രോജക്ട് എന്ന് ഉദ്ദേശിക്കുന്ന 50,000 തൊട്ട് 20 ലക്ഷം വരെ 10 പൈസയുടെ ഈട് കൊടുക്കാതെ സബ്സിഡിയിൽ കിട്ടും. അത് എത്ര പേർക്കറിയാം? ഇപ്പൊ ആൾക്കാരെന്ത് ചെയ്യും? ഞങ്ങളുടേതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ ആണെന്നും പറഞ്ഞ് അധികം അവകാശം പറയുന്നവരെ ഒക്കെ നമ്മൾ ചവിട്ടിയിട്ടിട്ട് ഈ പ്രോജക്ട് മേടിച്ച് അർഹതപ്പെട്ടവരാരായാലും നമ്മൾ കൊടുക്കണം. നമുക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്താൽ ഒരു ചെറിയ ഈ സബ്സിഡിയിൽ ഒരു സർവീസ് ചാർജ് മേടിച്ചൂടെ? നമ്മുടെ പ്രസ്ഥാനം അത് അങ്ങനല്ലേ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ ഇതിന്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് 10,000 രൂപയ്ക്ക് ചെലവില്ലേ? ഈ ചെലവ് ആര് കൊടുക്കും?
അല്ലെ 1-2 പ്രാവശ്യം നിങ്ങളൊക്കെ കൊടുക്കും അല്ലെ കയ്യിൽ, പിന്നീട് എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അടുക്കും ചിട്ടയുണ്ട്. അത് നമുക്ക് വേണ്ടിയല്ല, അല്ലെ യോഹന്നാൻ തരകനോ എനിക്കോ വേണ്ടിയല്ല, അല്ലെ നമ്മുടെ ഷിബുവിന് വേണ്ടിയല്ല, ബിജുവിന് വേണ്ടിയല്ല. എന്ത് ചിന്തിച്ച് മുന്നോട്ട് പോവുകയും ഇതിനു വേണ്ടി 1 മണിക്കൂർ നമ്മൾ മാറ്റി വെക്കുക. എപ്പോഴും നമ്മൾ ഫീൽഡിൽ ഇന്നത്തെ കാലത്തൊന്നും ആൾക്കാരെയൊന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ടെക്നോളജി ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. ഇന്നത്തെ 3 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അവർക്ക് ഒരു അത്യാവശ്യമാണ് ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അല്ലെ ഇതിന്റെ ആശയങ്ങളൊക്കെ അടങ്ങുന്ന ഒരു ചെറിയ ഒരു ലൈല പോലുള്ള ഒരു സാധനം നമുക്ക് തരാം. അതിലൂടെ നിങ്ങൾ ഒന്ന് വളർന്നു വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതെല്ലാം സെറ്റായ ഉടൻ നമുക്ക് ഈ കുറച്ച് സ്വയം സംരംഭകർക്ക് വേണ്ടിയുള്ള പ്രോജക്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഫസ്റ്റ് അതാണ് നമുക്ക് ഇതിലൂടെ. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് വന്നാൽ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് വന്നാൽ എന്ത് കിട്ടുമെന്നാണ് ചോദിച്ചത്. നമ്മളെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ അല്ലെ? ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും രൂപത്തിലായാലും ഭാവത്തിലായാലും ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട് അല്ലെ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? എത്ര ദൈവമില്ലെന്ന് പറയുന്നതിനും വിളിക്കുന്നത് ദൈവമേന്ന് അല്ലേ? അങ്ങനെയുള്ളിടത്ത് നമ്മൾ കാണുന്ന ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവന് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഈ പറയുന്നത്. ഞങ്ങൾ ചാരിറ്റി ചെയ്യാറുണ്ട്, മറ്റേ ചെയ്യാറുണ്ട്, ഞങ്ങള് എന്നൊക്കെ പറയുന്നില്ലേ? നമ്മൾ ഇടപെട്ട വിഷയങ്ങളാണ്. എൻഡോസൾഫാൻ, കുട്ടനാട് ബാങ്കിന്റെ ആറന്മുള എയർപോർട്ട്, ചന്ദ്രബോസ് വധക്കേസ്, കർണാടകയിൽ സൗത്ത് ഇന്ത്യ വധക്കേസ്, DKAV IASന്റെ വേണം. ഇത് മൊത്തം CBI അന്വേഷണം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇവരെ പോലൊക്കെ ഉള്ളവർ പുറകിലുണ്ടെങ്കിൽ ജനം അറിയും. കാര്യം ഇവരെങ്ങനെങ്കിലും ഒക്കെ മീഡിയ വഴി അറിയിക്കും. ഞങ്ങൾക്ക് മറ്റേ കോരം ഇതുപോലെ ഒരു മീറ്റിംഗ് വിളിച്ചു നോക്കുമ്പോൾ നമ്മളിത് പറയാ. യോഹന്നാനൊക്കെ പിന്നെ എന്നെ കൂടുതൽ വിളിക്കുന്നതാണ്. അവരെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മളത് പറയുമല്ലോ എന്ന് വിചാരിച്ച ആ രീതിയിൽ മാറും. നിങ്ങൾ തന്നെ പ്രാർത്ഥന, നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. അപ്പൊ നമ്മളെന്താ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. നമ്മൾ കുറെ കഥകൾ വരുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ ടീം വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ട് ഇതിനകത്ത് തന്നെ പോഷക സംഘടനകൾ. വനിതയുണ്ട്, യൂത്ത് ഉണ്ട്, പ്രവാസിയുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, ലീഗലുണ്ട്, മെഡിക്കലുണ്ട്, മീഡിയയുണ്ട്. ഇങ്ങനെ കിടക്കാൻ ടെക്നോളജി, ഇങ്ങനെ ഒട്ടനവധി 10-19ഓളം പോഷക സംഘടനകളുണ്ട്. അവരെ വെച്ച് നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷന്റെ സെമിനാർ വേണം, അല്ലെ ഇന്നതുപോലെ വേണം, ഇന്നത് അവയർനെസ് കൊടുക്കണം, അല്ലെ ഇന്ന കേസിന് ലീഗലായിട്ട് പോകണം. അതുപോലെ ലീഗൽ സർവീസസ് അതോറിറ്റി ഗവൺമെന്റിന്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യാവകാശ കമ്മീഷനെക്കാളും പവറുള്ള, എക്സിക്യൂട്ടീവ് ചെയ്യാൻ പവറുള്ള ഇതാണ് DLSA എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? KLSA, DLSA, ലീഗൽ സർവീസസ് അതോറിറ്റി. അത് ജുഡീഷ്യറിയാണ്. അവരും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെയിലുണ്ട്. അപ്പൊ ഇവിടെ ടീമായി കഴിഞ്ഞാൽ നമുക്ക് അവരെ കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്താ, നമുക്ക് പല കേസുകൾ നമുക്ക് ഇവരുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ അവർക്ക് തീർപ്പ് ഏൽപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ഒരു ടീമിനെയാണ് നമുക്ക്. പിന്നെ ഇതിനകത്ത് ജാതി മതവും രാഷ്ട്രീയവും ഇല്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോടൊക്കെ സഹായിക്കാൻ പറ്റുന്നവരുമായിരിക്കും ഇങ്ങോട്ടൊക്കെ. ഇന്നെല്ലാം ഡാറ്റയുടെ വ്യവസ്ഥയിലല്ലേ എല്ലാം പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ തുനിയണം. അപ്പൊ നമുക്ക് വേറൊരു ദിവസം നല്ല ക്ലാസ് എനിക്ക് തോന്നുന്നത് ഏതാണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങൾ അല്ലെ? കൂടുതൽ നമ്മൾ പറഞ്ഞ സമയങ്ങൾ ഏതെങ്കിലും നല്ലത്. ഇന്ന് നമ്മളിവിടെ ഒരു കൺവെൻഷൻ എന്നുള്ള രീതിയിലാണ് കുറെ ആൾക്കാരെ വെച്ച് ആ ഗ്രൂപ്പ്. അതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പിനകത്ത് വെറുതെ അരമാരികളല്ല, അത് നമ്മളുടെ ഇത് പോകും. ഇപ്പൊ നിങ്ങളിപ്പോ 10 വരുന്ന പേരുണ്ട്, നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ആണെങ്കിൽ ഇവിടെ പ്രശ്നം വരുന്നില്ല. നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ ഒരു 3 പേരോട് ഇതുപോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് വ്യക്തമാക്കിയ ആളെ കയറ്റാം, ആ പറയുന്ന ആളിനെ തന്നെ കയറ്റാം. അങ്ങനത്തെ ഒരു സിസ്റ്റം വന്നാൽ നമ്മൾ ഈ പറഞ്ഞ പ്രാഥമിക അംഗത്വം, ആ അംഗത്വം എടുത്തുകൊണ്ട് അവർക്ക് 33 പേര് അല്ലെങ്കിൽ 40 പേര് അല്ലെങ്കിൽ 50 പേര് നമുക്കൊരു 10 ദിവസം നിങ്ങളൊക്കെ വിചാരിച്ചാൽ 2-3 ദിവസം മതി വിചാരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ല പ്രവർത്തകരെ കിട്ടുമല്ലയോ? നമ്മൾ ഈ 1000 രൂപയുടെ ആദ്യമേ തൂക്കി കൊടുത്താൽ അവൻ ലോകം മൊത്തം ഇതുകൊണ്ടൊക്കെ നടക്കും. എവിടെയെങ്കിലും ഒക്കെ കയറി അള്ളു വെക്ക് നമുക്ക് പണി കിട്ടും. അതിലും നല്ലത് ഈ 3 മാസം കൊണ്ട് നമുക്കും അറിയാൻ പറ്റും ഇത് കൊടുക്കാൻ പറ്റിയ മെയിൻ ഇത് കൊടുക്കാൻ പറ്റിയ ആർക്കാണ് അല്ലേ?
ഒരു 50 പേരുടെ 10 പേർക്കായിരിക്കും അർഹതപ്പെടാം. നമുക്ക് മതി. മറ്റേ അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് ഇതുകൊണ്ട് പണം ഉണ്ടാക്കണ്ട, അല്ലാതെ നമുക്ക് അത് ചെയ്യാൻ പറ്റും, മറ്റേ ചെയ്യാൻ പറ്റും, അതൊന്നും പറയണ്ട. വെറുതെ ഗ്രൂപ്പിനകത്ത് അതൊന്നും പറയണ്ട. അതൊക്കെ ചിരിച്ചങ്ങ് തള്ളിയിരിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ അങ്ങോട്ടൊരു മറുപടി പറയും, അതിന് അവർക്ക് എന്തെങ്കിലും ഒരു മറുപടി ഇങ്ങോട്ട് കാണും, പിന്നെ അതൊരു വർത്തമാനത്തിന്റെ ട്യൂണ് മാറും, കേൾക്കുന്നവർക്ക് ഒരു വിഷമം തോന്നും. അത് വേണ്ട. കൃത്യമായിട്ട് നമ്മൾ 10 പേരെ ഉള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ കൂടാം. നമുക്കിത് വേണ്ട. അപ്പൊ സാറ് ഗവർണർ സാറിന്റെ വീട്ടിലായിരിക്കും നമ്മൾ 10 പേരെ കൂട്ടിയിട്ടുണ്ടെന്ന് അവിടെ വന്ന് പറയാം. എന്തിനാ നമ്മൾ ചെലവിക്കുന്നത്? അവിടെ ഒരു കട്ടൻ കാപ്പി എന്തായാലും കിട്ടില്ലേ, അല്ലെ വിളിച്ച് കേസൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ രീതിയിലേക്ക് നമ്മൾ മാറും. അങ്ങനെ മാറി വരുമ്പോൾ നമുക്കൊരു അടുത്ത ഡേറ്റിന് നമുക്ക് നല്ലൊരു കമ്മിറ്റി എടുത്താൽ അന്ന് നമുക്കൊരു ജില്ലാ അടിസ്ഥാനത്തിൽ പോകാനും വരാനും ഒക്കെ പറ്റുന്ന ഒരു 8-9 പേരെ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാനുണ്ട്. അതുവരെ ജില്ലയുടെ കൊണ്ട് കോർഡിനേറ്റ് ചെയ്യട്ടെ, നമ്മൾ കോർഡിനേറ്റ് ചെയ്യുക. എന്നാലും ഈ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ അത് നീക്കണം. നമ്മൾ ഇത് വെച്ച് തള്ളി പോകരുത്. ഇവർക്കെല്ലാം നമുക്ക് അതിനുള്ള ഓരോ വരുമാനത്തിന് പറ്റിയ സ്രോതസ്സുകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അത് നമ്മൾ ഗ്യാരണ്ടിയാണ്. മനസ്സിലായില്ലേ? അല്ല നമ്മൾ ഏതാണ്ട് കൊടുക്കാന്നല്ല പറയുന്നത്. എനിക്കെന്ത് കിട്ടുമെന്നാണോ ചോദിച്ചാൽ ഞാൻ ഈ മറുപടി പറഞ്ഞത്. അപ്പൊ നിങ്ങളിത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് മറ്റൊരാളോട് പറയാൻ പറ്റുള്ളൂ. അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പോയിട്ട് എന്താ സംഭവിച്ചത്? ജങ്കാറ് 32 വർഷമായിട്ട് യാത്ര നടത്തിക്കൊണ്ടിരുന്ന ജങ്കാറ് അവിടുത്തെ ജനപ്രതിനിധികൾ പോലും അറിഞ്ഞില്ല എന്ന് നമ്മളോട് പറഞ്ഞു. അല്ലെ? ഇത് നിർത്തലാക്കിയത് ഭരിക്കുന്ന പാർട്ടിയുടെ MLA ആണ് ഓരോ സമരം ചെയ്യുന്നത്. അപ്പൊ നമ്മളെ വെറും പൊട്ടന്മാരാക്കല്ലേ? അതിനിടയ്ക്കൂടെ പറഞ്ഞത് പത്രത്തിൽ എന്തായാലും ഇപ്പോഴത്തെ MP പറഞ്ഞത്, ഇപ്പോഴത്തെ MLA പറഞ്ഞത് നടുക്കാണ് നമ്മൾ പറഞ്ഞ കാര്യം വന്നത്. ഭയങ്കര ചർച്ച. എന്നെ കുറെ MLA-മാരൊക്കെ വിളിച്ച് ഞാൻ പറയുന്നത് വേറെ വല്ലവരോട് പറയണം. MLA-യുടെ ആസ്തി വികസന ഫണ്ടുണ്ട്, അതിൽ നിന്നല്ലേ നടത്തണം. ഇത് ജങ്കാറ് ടെൻഡർ എടുത്ത ആൾക്ക് പോലും ക്യാഷ് കിട്ടുന്നില്ല. 10-60 ലക്ഷം രൂപ ബാങ്ക് കൊടുക്കാറുണ്ട്. മറ്റുള്ള ചോദിക്കുമ്പോൾ പറയും ക്യാഷ് ഇല്ല. പിന്നെ എവിടെ ഈ ക്യാഷ് ഉള്ളത്? അതിനു വേണ്ടിയിട്ടാണ് പല പ്രോജക്റ്റുകൾ കൊണ്ടുവരേണ്ടത്. അത് അതിന് വിനിയോഗിക്കണം. അല്ലാതെ വക മാറ്റി അങ്ങോട്ട് പോകാനും ഇങ്ങോട്ടും ഒക്കെ പോകാനും മാറ്റി പിടിച്ച് തീർത്തിട്ട് പ്രസംഗിക്കുമ്പോഴും തെറി പറയുമ്പോഴും ഇവരെല്ലാം അപ്പുറത്തും നിന്ന് പറയും. പക്ഷെ വീതിക്കുമ്പോൾ ഇവരെല്ലാം ഒന്നിച്ചറിയും. ആ പരിപാടി നടക്കില്ല എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ഇനിയും സംസാരിക്കുന്നില്ല. നമുക്കൊരു ചർച്ചയൊക്കെ ചെയ്യാം. കസേരയൊക്കെ മുമ്പിലോട്ടിട്ട് നമുക്കൊന്ന് ഇരിക്കാം. ഇരുന്നിട്ട് നമുക്ക് മുന്നോട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറയണം. വെറുതെ ഞാൻ പറയുന്ന മാത്രം കേട്ടിട്ട് പോകരുത്. മോന്റെ പേരെന്താ? എന്തോ? അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് അതിന് പറ്റിയ ഒരു ടീമിനെ നമ്മൾ കണ്ടെത്തുക. നിങ്ങളെല്ലാം വിചാരിച്ചാൽ 3 പേരെയൊക്കെ കണ്ടെത്തിക്കൂടെ? ഇല്ലേ? ഒത്തിരി വേണ്ട. രാവിലെ 3 പേരെ കണ്ടെത്താൻ പറ്റില്ല. അത് നമുക്ക് അതിന്റെ ചർച്ചയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എത്ര ദിവസം വെറുതെ നമ്മൾ സമയം കളയാം. നമുക്ക് ഒത്തിരി നമ്മൾ ഇന്ന് ശരിയായാൽ നമുക്ക് അതിന് ശേഷം തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന് സമയം കളയരുത്. എത്രയോ ആൾക്കാർ ഇപ്പൊ എത്ര ആൾക്കാരാണ് ഓഫീസിൽ തിരക്കി പിടിച്ചൊക്കെ ഓരോ സ്ഥലത്ത് വരുന്നത്. ചിലപ്പോൾ ഒരു ഫോൺ കോളിലൊക്കെ അവരുടെ കാര്യം നേടിക്കൊണ്ടത്. അപ്പൊ അതിനൊക്കെ ഉള്ള നിങ്ങൾക്ക് ആരുടെ മുമ്പിൽ തന്റെ ഇടത്തോടുകൂടി പറയാം, അന്തസ്സോടുകൂടി. അത് എറണാകുളം നിങ്ങൾ തന്നെ വന്നു കഴിഞ്ഞാൽ സിറ്റിയുടെ നടുക്ക് 10 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യത്തിൽ 1000-1500 സ്ക്വയർ ഫീറ്റിന്റെ അത്യാവശ്യ സംവിധാനത്തോടുകൂടി നമുക്കൊരു ഓഫീസുണ്ട്. ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്കും ഇങ്ങനൊരു ഓഫീസിൽ വെച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് AGG ഉണ്ട്, 12A ഉണ്ട്. നമ്മൾ ഇയർലി ഓഡിറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന ഒരു സംഘടന ഇന്ത്യയിൽ തന്നെ ഇല്ല. നമ്മൾ ഇത് വെച്ച് കച്ചവടം ചെയ്യാൻ വന്നതല്ല. നമുക്ക് ഗവൺമെന്റിന്റെ പ്രോജക്ട് മേടിക്കാം, ലോക്സായി കളയുന്ന എല്ലാം തിരിച്ചു മേടിക്കാം. അത് നമ്മളെ ജനങ്ങളുടെ വിഷയത്തിൽ ഉമ്മാവരുടെ അതിൽ തർക്കം പിടിച്ചു മേടിച്ചിട്ട് അത് കൊടുക്കാം, നീ ഒരു പരാതി ആ പരിപാടികളൊന്നും പോണ്ട. നമുക്ക് പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ഡിപ്പാർട്ട്മെന്റ് ചെയ്യിക്കാം. പരാതി തരുന്നതിന് നമ്മളൊരു ഗവൺമെന്റ് ലെറ്ററിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് മറുപടി വരും, തീരുമാനം അവർ കൃത്യമായിട്ടും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് വരികയാണാകുമോ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒന്നിപ്പിക്കാൻ വേണ്ടി 2 പേരും പരാതിക്കാരനും വാദിയും പ്രതിയും വരുമ്പോൾ പോലീസുകാരുടെ രീതി തന്നെയല്ലേ നമ്മളെ കാണുള്ളൂ. പോലീസുകാർക്ക് 2 പേരെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിക്കാൻ പറ്റുമോ? ഒരാളെ അവർക്ക് ആ രീതിയിലേക്കല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ അത് അവർ തന്നെ ചെയ്യട്ടെ. നമ്മൾ ഉറങ്ങിക്കിടക്കുന്നവര് ഉണർത്തുക എന്നുള്ളതേ ഉള്ളൂ. ഇന്നൊരു കാര്യമുണ്ട്, അത് നിങ്ങൾ ഇടപെടണം, നിങ്ങൾ അറിഞ്ഞില്ലേ, അത് നമ്മൾ വേണ്ടതേ അറിയിച്ചവർ. അപ്പൊ അതൊരു സുഖമാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് അതിന്റെ ഏൽപ്പിച്ച ദൗത്യം ഇന്നത്തെ യോഗം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു.
നമുക്ക്